അരുന്നേട്ടാ, മാല മോഷണം പോയിട്ടില്ല. അത് ഈ വീട്ടിൽ തന്നെയുണ്ട്. ഏ അവനല്ല, പിന്നെ എടുത്തു ചേട്ടൻ. വാ ഫോളോ. Come on. കള്ളിക്കുട്ടി. അരുന്നേട്ടാ, ഈ പൂച്ചകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർ ഈ തിളങ്ങുന്നത് എന്ത് കണ്ടാലും അങ്ങ് എടുക്കും. ആ റൂമിനകത്ത് കയറിയപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ ഒരു ഔട്ട്സൈഡറിന്റെ പ്രസൻസ്. പിന്നെ കട്ടിലിനടിയിൽ ഇവളുടെ കാൽപാദം കൂടി കണ്ടപ്പോ അതായിരുന്നു ഈ കേസിലെ എന്റെ ഫസ്റ്റ് ക്യാച്ച്. അല്ല ഉജ്ജല, അപ്പൊ മാല ആ തേങ്ങാക്കൂട്ടത്തിന്റെ ഇടയിലുണ്ട്, എടുത്തോ. ഇവളെ ഞാൻ ഇങ്ങ് എടുക്കുക. സോറി അളിയ. നീലിമലയാർക്കുള്ള ബസ് പോയോ? എനിക്കറിയില്ല. ഗൗതമൻ, ദിവ്യ, നിങ്ങൾ ഇതേത് യൂണിവേഴ്സിലാ? വീക്കെൻഡ് ഒക്കെ അല്ലേ, ഞങ്ങള് നാട്ടിൽ പോവാന്ന് വിചാരിച്ചു. നീലിമലയാറിലെ ഉത്സവ ഫുൾ സ്പോൺസർ ഞാനാ. അടിപൊളി. എടാ രതീഷ, നീ ഉത്സവത്തിനാണോ? എന്നെ കണ്ടിട്ട് നിനക്ക് ഉത്സവത്തിന് പോകുന്ന തോന്നുന്നുണ്ടാ? അപ്പൊ ശരി ട്ടോ. കോമ്പറ്റീഷൻ ആയിരിക്കുമല്ലോ. എങ്ങോട്ടാ? മഞ്ചാടിക്കാട്ടില്. ആ, തോറ്റിട്ട് വാ. പോടാ വട്ടി. ഓ ശരി, വട്ടി പോയി. കണ്ടില്ല. ഒന്നും പഠിക്കണ്ട, പോ. ഉജ്വലേട്ടാ, എന്താ സ്നേഹലതേ? എനിക്ക് സമ്മതാണ് ട്ടോ. എന്തിന്? നമ്മുടെ കല്യാണത്തിന്. കല്യാണത്തിനോ? ആരോട് ചോദിച്ചിട്ട്? അയ്യോ, നാരായണേട്ടനും അമ്മയും കൂടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ഓക്കെയാണ്. പോത്തുപോലെ വളർന്നല്ലോടാ. എത്ര നാളാന്ന് വെച്ചിട്ടാ ഇങ്ങനെ തേരാപ്പാരാ നടക്കുന്നേ? അതിനോട് പിന്നെ കുഴപ്പം? അയ്യോ, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ അതേ നടത്തുവാ. ആ, ഇനി എന്റെ അഞ്ചത്തോട്ട് കയറിക്കും. പിന്നെ നിങ്ങളുടെ നെഞ്ചത്തല്ലാതെ ഞാൻ ആരുടെ നെഞ്ചത്താ കയറേണ്ടത്? നിങ്ങൾ ഒരു ഒറ്റ ഒരുത്തനാ ഇവനെ ഇങ്ങനെ വളർത്തി നശിപ്പിച്ചിരിക്കുന്നത്. അമ്മേ, എന്താ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടുത്തെ നാട്ടുകാരെയും പോലീസുകാരെ സഹായിക്കുന്നതേ കോപ്രായമല്ല. അവരെന്നെ എന്തായിട്ടാ കാണുന്നറിയാമോ? ഈ നാടിന്റെ രക്ഷകനായിട്ട്. ഗുഡ് ബൈ. ഇരിക്കടാ, ഇരിക്കടാ. എടാ, ഇരിക്കാൻ ഇരുന്നോ. എന്നാലേ ഈ രക്ഷകൻ പുറത്തെ വരാന്തയിലെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വരുവോ? ഞാൻ ഒറ്റയ്ക്കോ? ആ, ഒറ്റയ്ക്ക്. ഈ രാത്രിയിലോ? അതെ. എന്റെ പട്ടി പോ. അച്ഛാക്കോ? ഓ, ഈ രണ്ടെണ്ണത്തിനെ കൊണ്ട് ഞാൻ തൊട്ടു. അമ്മേ, അമ്മേ, തൽക്കാലം ഞാൻ ഇവിടുത്തെ ലൊട്ടിലൊടുക്ക് മോഷണ കേസൊക്കെ തന്നെ അന്വേഷിക്കുന്നു. പക്ഷെ നാളെ എന്റെയും ഈ നാടിന്റെയും തല വരെ വരെ മാറുന്ന കേസ് വരില്ലെന്ന് ആര് കണ്ടു? ആര് കണ്ടു? സാറേ, ഇങ്ങനെ തടിച്ചു പിടിക്കേണ്ട കാര്യമില്ല, എല്ലാരെയും കിട്ടുന്നത് അറിയാടെ ഇരിക്കാ. സാർ റോളിംഗ് ആണേ. നമസ്കാരം. 1965 മുതൽ കേരളത്തിലെ മാതൃകാ പോലീസ് സ്റ്റേഷനുകളിൽ ഞങ്ങളുടെ സ്റ്റേഷനാണ് ഒന്നാമത്. ഇതാണ് പ്ലാച്ചിക്ക എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്വന്തം ഗ്രാമം. ഇന്ന് ഈ ഗ്രാമത്തിന്റെ 50ാമത്തെ പിറന്നാളാണ്. ഈ ഗ്രാമം സ്ഥിതി കൊള്ളുന്നത് തന്നെ നന്മയുടെയും സന്തോഷത്തിന്റെയും പ്രതീകമായിട്ടാണ്. അതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ നാട്ടുകാരാണ്. എല്ലാവർക്കും എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര സ്നേഹവും ബഹുമാനവും. സത്യം പറഞ്ഞാൽ നമുക്കിവിടെ പണിയില്ല എന്ന് തന്നെ പറയാം. അതെ അതെ. ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള സ്റ്റേഷനാണ് ഞങ്ങളുടേത്. ആകെ കൂടെ ഉള്ളത് അന്തിക്രൂഡൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞിക്കള്ളനും അവന്റെ കുറച്ച് ചെറിയ മോഷണങ്ങളും മാത്രം. കുറച്ച് അടയ്ക്ക, കുറച്ച് തേങ്ങ, കുറച്ച് വാഴക്കൊല.
ഇതിനൊക്കെ ആർക്കെല്ലാം പേരിടാൻ പറ്റുമോ ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ തൊണ്ടി ഉൾപ്പെടെ ഞങ്ങൾ പൊക്കാറുണ്ട്. ഉജ്ജ്വലം കേക്കണ്ട. ആ നോക്കൂത്തി അല്ലേ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു പാഷൻ. ഈ പ്ലാച്ചിക്കാവ് ഇന്നൊരു 50 വർഷം കഴിഞ്ഞാലും ഇതേ ശാന്തിയോടും സമാധാനത്തോടും ഒക്കെ തന്നെ മുന്നോട്ട് പോകും. ഇല്ലേ കൂട്ടാ? പിന്നെ അല്ലാതെ എവിടെ പോവാനാ? ഇവരെന്തീ കാണിക്കണത്? മാറാണ്. ഞാനും എൻ്റെ ഈ പടയും ഇങ്ങനെ ഉള്ളിടത്തോളം കാലം ഈ നാട്ടിലെ നന്മയും സമാധാനവും ഞങ്ങൾ നിലനിർത്തും. ഇത് SI സച്ചിൻ്റെയും ടീമിന്റെ ഉറപ്പാ.